ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ ഈദ് മിനിമൽ മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെരുന്നാളൊക്കെ വരാണ്. അപ്പോൾ പെരുന്നാളിന് നമുക്ക് എപ്പോഴും നമ്മളൊരു എത്നിക് ഔട്ട്ഫിറ്റ് ആവും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഔട്ട്ഫിറ്റിന് പറ്റിയ ഒരു സിമ്പിൾ മിനിമൽ മേക്കപ്പ് ലുക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ മേക്കപ്പ് വീഡിയോയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കാണിച്ചു തരും. ഏതൊക്കെയാണ് പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഓൾറെഡി നമ്മുടെ സ്കിൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൺസീലറാണ് ഇടാൻ പോകുന്നത്. എൻ്റെ കുറച്ച് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതെടുക്കുന്നത്. അതേപോലെ തന്നെ പുതിയതായിട്ട് കുറച്ച് അതിഥികൾ ഇപ്പോൾ ഫേസിൽ വന്നിട്ടുണ്ട്. ഇത്ര ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, കണ്ട. അപ്പോൾ അവരൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസീലർ ഇടാം. ഇനി നമുക്കിത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്തോരം ബ്ലെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ സ്കിന്ന് നല്ലോണം ഗ്ലോ ആയി ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ഇടയിച്ചാലും നമ്മൾ സെയിം ഫേസിൽ അപ്ലൈ ചെയ്തത് കഴുത്തിലും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെയും ഫേസിൻ്റെയും കളറ് ഡിഫറൻസ് ആയി നിൽക്കും. അപ്പോൾ ബാക്കി എക്സസ് വരുന്ന കൺസീലർ നമ്മൾ കഴുത്തിൽ ഡാബ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മൾ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഫേസിന് ഏകദേശം എത്ര വേണമെന്ന് അനുസരിച്ച് അത്രയും നമ്മൾ എടുക്കുക. കഴുത്തേക്കും കൂടി ഉള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിനി ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എനിക്ക് ഐബ്രോ ഭയങ്കര ഡാർക്കായിട്ട് ചെയ്യണത് ഇഷ്ടമല്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് എൻ്റെ ഈ ഐബ്രോ പെൻസിൽ ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് എഴുതിയാലും ഭയങ്കര ഡാർക്കായിട്ട് തോന്നില്ല. ഇനി നമുക്ക് ഐബ്രോ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഐബ്രോ എഴുതി എന്നുള്ള അങ്ങനെ ഒരു ടച്ചിലാണ് ഞാൻ ഐബ്രോ ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് ഇനി നമ്മൾ ഐ ഷാഡോ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഐ ഷാഡോ ഞാൻ ഇടുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ്. ലൈറ്റായിട്ട് ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെറുതായിട്ട് ഒരു ഗ്ലോ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇനി നമുക്ക് നമ്മുടെ കണ്ണെഴുതാം. കണ്ണെഴുതൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം കണ്ണെഴുതുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടൈം പോകല് മേക്കപ്പ് ചെയ്യണ ടൈമിൽ. കാരണം ഒരെണ്ണത്തിൻ്റെ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സംഭവം വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ കറക്റ്റ് വരാറില്ല. അങ്ങനെ നമ്മൾ വിജയകരമായി നമ്മുടെ കണ്ണെഴുത്തൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും സെറ്റിംഗ് പൗഡർ ഇടും. അതായത് നമുക്ക് നമ്മുടെ ഏതെങ്കിലും ടാൽക്കം പൗഡറോ കോമ്പാക്ട് പൗഡറോ ഏതെങ്കിലുമൊക്കെ ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ഇടാം. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. അടുത്തത് നമുക്ക് നമ്മുടെ ഐ ലാഷസ് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ലിപ്പ് ലൈനർ
യൂസ് ചെയ്തിട്ട്. ഇത് ഷാർപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഈ ഒരു കണ്ണിൻ്റെ ഉള്ളല്ല, ഈ ചെറിയൊരു പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണ് എഴുതുന്നില്ല, അതിന് പകരമാണ് ഞാൻ ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കുന്നത്. കണ്ട, ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ കണ്ണിൻ്റെ താഴെ ജസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നല്ല നമുക്കങ്ങനെ കണ്ണിൻ്റെ അവിടെ കൊടുക്കാൻ പറ്റിയൊരു ഷെയ്ഡാണ്. കണ്ണിൻ്റെ ഇടയിൽ അടിയിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മുടെ കണ്ണ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇത് ലാക്മേയുടെ ലൂമി ക്രീമാണ്, മോയ്സ്ചറൈസർ വിത്ത് ഹൈലൈറ്റർ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഹൈലൈറ്റർ എടുത്തിട്ട് കഴിയാനായി തോന്നുന്നുണ്ട് ഗൈസ്. ഇതേ നമ്മൾ ഈ ഒരു ഷെയ്ഡാണ് ബ്ലഷ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്, ഈ സെയിം ഐ ഷാഡോ ചെയ്ത അതേ സെയിം ലിപ്സ്റ്റിക്ക്. പിന്നെ ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ബ്ലഷ് ആയിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ ബ്ലഷ് വിത്ത് ഹൈലൈറ്റ് ആയി നമുക്ക് നിൽക്കും. ഞാൻ വിചാരിച്ചു ഫേസിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വെച്ചു, മൊത്തത്തിലൊന്ന് ഗ്ലോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഞാൻ നമ്മുടെ സെയിം ലിപ്സ്റ്റിക്ക് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. നല്ല ക്രീമി ലിപ്സ്റ്റിക് ആയ കാരണം നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കുറച്ച് ഇവിടെയും ഇട്ട് കൊടുക്കാം, ജസ്റ്റ് ഒന്ന്. അപ്പോൾ നമ്മളിതേ ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെയും ഗ്ലോ വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലഷിൻ്റെ മേലെ കൂടെ ജസ്റ്റ് വീണ്ടും കുറച്ച് ഹൈലൈറ്ററും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ ഷെയ്ഡ് ഇടാൻ പോകുന്നത് സെയിം നമ്മുടെ നൈക്കയുടെ ഗെയിം ഓൺ തന്നെയാണ്. അതായത് ബ്ലഷും ഐ ഷാഡോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്ത് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഗൈസ്, നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇതിന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നവർ മറക്കാതെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ മേക്കപ്പ് ലുക്സ് ആൻഡ് അങ്ങനെയുള്ള എല്ലാ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.